ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വോറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ മെസ്സേജസ് മാത്രം എടുക്കുക, ബാക്കിയുള്ള മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ജനറൽ റീഡിംഗ് ആവുമ്പോൾ കുറേ ആൾക്കാരുടെ എനർജി ഇതിലുണ്ട് എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഈ വീഡിയോസിനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പേഴ്സണലായി മെസ്സേജ് തരാൻ ഡിഫിക്കൾട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ മെസ്സേജസ് മാത്രം എടുക്കുക ആൻഡ് റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റായി സെഷൻ വേണം വെച്ചാൽ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് സെഷനിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒബ്വിയസ്ലി പ്രൈവറ്റ് സെഷൻസ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനെ ലൈക്ക് ചെയ്യുക ആൻഡ് എത്രയും പറ്റുന്ന വെച്ചാൽ അത്ര കമൻറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ജനറൽ റീഡിങ്സിൽ എനർജി ടാപ്പിംഗ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ റെസൊനേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യുക. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, അതൊക്കെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഹൈറോഫാണ്ട് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 3 of Wands. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ 2 of Swords ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് 8 of Swords. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് Fool. നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്കേജ് ടവർ. നിങ്ങളുടെ പേഴ്സൻ്റെ ബ്ലോക്കേജ് എന്താണ്? കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ സ്കോർപിയോ, ഹൈറോഫാണ്ട് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി, ടോറസ് എനർജി. ഇത് ഒരു മാരേജിൻ്റെ എനർജിയും കൂടി ആവാം. മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഓർ എൽസ് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾ മാരേജാണ് എക്സ്പെക്റ്റ് ചെയ്യണം ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ കുറേ ട്രഡീഷണൽ ആണ്, നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം ആൻഡ് ഒരു മാരേജാണ് നിങ്ങൾക്ക് വേണ്ടത്. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജി 3 of Wands ആണ്. അപ്പോൾ ഈ സമയത്ത് മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആയിരിക്കാം, ഓറൽസ് എന്തോ കാരണം കൊണ്ട് നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് നോ കോണ്ടാക്റ്റിലായിരിക്കാം. 3 of Wands ഇവിടെ ഒരു വെയിറ്റിംഗിൻ്റെ എനർജിയാണ്. അവർ എന്തോ ഒരു മെസ്സേജിനാണ് വെയിറ്റ് ചെയ്യണത്, ഓരൽസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവുമോ എന്ന് അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ഹൈറോഫാണ്ട് നിങ്ങളുടെ സൈഡിൽ എന്താണ്? പേജ് ഓഫ് കപ്സ്. അപ്പോൾ അഗൈൻ എനിക്ക് ഇവിടെ അതന്നെയാണ് കിട്ടണത് മെസ്സേജ്. ഏതോ ഒരു പേഴ്സൺ, നിങ്ങൾ ഇല്ലാച്ച നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാരീഡ് ആണ് ആൻഡ് ഈ റിലേഷൻഷിപ്പ് ഒരു പുതിയ ബിഗിനിങ് ആയിരിക്കാം, ഒരു ക്രഷ് ഓർ ഇൻഫാച്വേഷൻ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ 3 of Wands എന്താണ്? ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് അട്രാക്ഷൻ കുറേ ഉണ്ട്, ഓക്കെ. പക്ഷേ ഇത് വേൾഡ് ഈ പേഴ്സൻ്റെ എനർജിയിലാണ്. ഇവരുടെ ലൈഫിൽ എന്തോ ഒരു വലിയ സൈക്കിൾ ക്ലോസ് ചെയ്തിട്ട് അവർ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകണത്. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 2 of Swords ആണ്. അപ്പോൾ റൈറ്റ് നൗ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ രണ്ടാൾക്കും ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല, ഓക്കെ. 2 of Swords ഇവിടെ എന്താണ്? അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഒരു ഡിസിഷൻ ആണ് കാണുന്നത്. നിങ്ങൾ രണ്ടാൾക്കും അറിയാം അത് ഈ റിലേഷൻഷിപ്പിനെ കുറച്ച് നിങ്ങൾക്ക് വേഗം ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. 5 of Cups ഉണ്ട് ഇവിടെ. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. മേ ബി
നിങ്ങൾ 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 ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക അത് ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ ഫാക്ട്സ് പുറത്തു വന്നു. മേ ബി നിങ്ങൾക്ക് എന്തോ വേറെ ഒരു ഐഡിയ ആയിരുന്നു, ഈ പേഴ്സന്റെ മനസ്സിൽ വേറെ എന്തോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കുറേ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഞാൻ കാണുന്നുണ്ട്. എവിടെയോ ഇവിടെ ഒരു കുറേ റിഗ്രറ്റും ഉണ്ട്. അത് പാസ്റ്റിൽ ഒരു എന്തോ ഒരു കാര്യം വർക്കൗട്ട് ചെയ്തില്ല, പാസ്റ്റിൽ ഇത് നമ്മൾക്ക് ചെയ്യായിരുന്നു, അങ്ങനത്തെ എന്തോ ഒരു പാസ്റ്റിനെ ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യണത്, അങ്ങനത്തെ ഒരു എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ അത് ഞാൻ കാണില്ല. പക്ഷെ ഈ കറന്റ് സിറ്റുവേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ രണ്ടാളും ഇപ്പോൾ മേ ബി ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഓഫ് എടുക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേന്ന് അറിയാത്ത ഒരു എനർജിയാണ്. കുറെ സ്റ്റക്കും സ്റ്റാഗ്നന്റ് ആയി നിങ്ങൾ ഫീൽ ചെയ്യണം. ഈ പേഴ്സന്റെ എനർജി ഫൂളാണ്. ഈ പേഴ്സൺ കുറെ ഒരു ലൈറ്റ് ഹാർട്ടഡ് എനർജിയിലാണ്. അവരെ ഒരു നോ കമ്മിറ്റ്മെന്റ് മാതിരി ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ സൈഡിന് ഞാൻ ഒരു കമ്മിറ്റ്മെന്റും കാണില്ല. ഓക്കെ, അപ്പോൾ ഈ 8 ഓഫ് സോഡ്സ് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ് കറന്റ് ഫീലിങ്സ്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഇല്ല ഈ റിലേഷൻഷിപ്പിൽ. ഇത് ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലായിരിക്കാം, ഓർ എൽസ് മേ ബി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഇതിലൊരു ഫ്യൂച്ചർ ഇല്ലാന്ന് നിങ്ങൾക്ക് ഒരു ഫീലിംഗ്. ഈ പേഴ്സന്റെ എനർജിയിൽ ഫൂൾ എന്താണ്, ഈ പേഴ്സൺ കുറെ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്, ശരിയായി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നില്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, അവർക്കൊരു പുതിയ ബിഗിനിങ് ഒക്കെ വേണം, പക്ഷെ കമ്മിറ്റ്മെന്റ് ഇവിടെ ഞാൻ കാണില്ല അവരുടെ സൈഡിൽ നിന്ന്. ഞാൻ ആ ഒരു ഓഫർ വരുന്നില്ല. ഓക്കെ, ടവർ ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കൺഫ്രണ്ടേഷന്റെ ആവശ്യമുണ്ട്. എവിടെയോ നിങ്ങൾക്ക് അറിയാം അത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ പേഴ്സണോട് ഡയറക്ട്ലി ചോദിച്ചാൽ ഇത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവും. പക്ഷെ നിങ്ങൾക്കൊരു പേടിയുണ്ട്, എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം ഇത് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവാ പറഞ്ഞാൽ ആ കോൺഫിഡൻസ് മേ ബി നിങ്ങൾക്കില്ല, ഓരൽസ് മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. ഈ ടവർ എന്തുകൊണ്ടാണ് ബ്ലോക്കേജ്? നിങ്ങളുടെ അടുക്കെ ചിലവരുടെ ഓൾറെഡി ഈ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് അറിയാം എന്താ ഉണ്ടാവാൻ പോണ ഈ റിലേഷൻഷിപ്പിൽ, ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് ഉണ്ടായിട്ടും നിങ്ങളൊരു ക്രോസ് റോഡ്സിലാണ് പ്ലാൻ ചെയ്യുന്ന ഫ്യൂച്ചറിലേക്ക് എന്താ വേണ്ടതെന്ന്. ഈ പേഴ്സണ് വേറെ ഒരു ചാൻസ് കൊടുക്കണോ? അപ്പോൾ എവിടെയോ ഞാൻ ഇവിടെ ഒരു സെപ്പറേഷൻ അതുകൊണ്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. ഈ പേഴ്സന്റെ ചാലഞ്ചാണ് കിങ് ഓഫ് വോൺസ്. അപ്പൊ കിങ് ഓഫ് വോൺസ് ഒരു ആക്ഷന്റെ എനർജിയാണ്, ആക്ഷൻ എടുക്കണ പേഴ്സന്റെ എനർജിയാണ്. പക്ഷെ ഈ പേഴ്സൺ കുറെ ഒരു വർക്കഹോളിക്കും ആയിരിക്കാം. ആൻഡ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവര് ഒരു പ്രോഗ്രസ്സും ഞാനിവിടെ കാണുന്നില്ല. അവർക്ക് അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് അവരുടെ സൈഡിൽ നിന്ന്. അവരുടെ ഓൾറെഡി മാരേജ് ആയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഒരു ഡിവൈൻ പെയറാണ്. ഓക്കെ, അപ്പൊ എവിടെയോ അവർ ആ റിലേഷൻഷിപ്പിനെയും പാച്ചപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഓറൽസ് റിപ്പയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് അതല്ലാണ്ട് നിങ്ങളുടെ കൂടെയും ഒരു റിലേഷൻഷിപ്പ് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായിരിക്കും ആക്ഷൻ നിങ്ങൾ എടുക്കുക? നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ 5 ഓഫ് വോൺസ്. ഈ 5 ഓഫ് വോൺസ് എന്താണ്? ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്തായിരിക്കും ആക്ഷൻ? അപ്പൊ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ബ്രേക്കപ്പ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങളുടെ സൈഡിൽ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്, ഈ പേഴ്സന്റെ സൈഡിലും ഒരു റിജക്ഷൻ ഞാൻ കാണുന്നുണ്ട്. അവർ ഓൾറെഡി ഒരു ചോയ്സ് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് മിക്കവരും അവർ നിങ്ങളെ അല്ല ചൂസ് ചെയ്യണത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഔട്ട്കം എന്താണ് ഇവിടെ? ജഡ്ജ്മെന്റ്. അപ്പോൾ ഇത് യൂണിവേഴ്സിന്റെ ഡിസിഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം പറഞ്ഞ എന്തോ ഒരു എൻഡിങ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ രണ്ട് ഫെമിനിൻ എനർജീസ് ഉണ്ട്.
ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് എംപ്രസ്. ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഒരു മദറുടെ ആൻഡ് ക്വീൻ ഓഫ് കപ്സും ഉണ്ട്. അപ്പൊ ഇവിടെ 3 ആൾക്കാരുണ്ട്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയാണ് വെച്ചാൽ വേറെ ഒരു ക്വീൻ ഓഫ് പെന്റിക്കിൾസും എംപ്രസും ഉണ്ട്. മേ ബി അവരുടെ ലൈഫിൽ പറഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ട് വെച്ചാൽ ഇത് അവരുടെ വൈഫായിരിക്കാം. ആൻഡ് ഇവിടെ ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പേഴ്സൺ 2 ആൾക്കാരെയാണ് ജഗൽ ചെയ്യണത്. അതുകൊണ്ട് ഇതൊരു ഇംബാലൻസ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അതാണ് ഔട്ട്കം ആയിട്ട് ഞാൻ കാണുന്നത് ഈ മാസം. അറ്റ്ലീസ്റ്റ് ഇവിടെ ഞാൻ ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. ആൻഡ് ഫ്യൂച്ചറിലും ഔട്ട്കം ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. അപ്പൊ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ളത്, അവർക്ക് നിങ്ങളോട് എന്താണ് പറയണ്ടേ? ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ ഈ പേഴ്സണ് അറിയാത്ത കാര്യമല്ല, അവർക്ക് അറിയണ്ടായിരുന്നു അവരെന്താ ചെയ്യണത്, അവരുടെ ആക്ഷൻസിന് എന്തായിരിക്കും ഔട്ട്കം, അവർക്കെല്ലാം അറിയണ്ടായിരുന്നു. യു കെയിം ക്ലോസർ ദാൻ എനി വൺ. അപ്പൊ ഇമോഷണലി മേ ബി അവർക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കും ഒരു കൂടുതലൊരു കെമിസ്ട്രി ഉണ്ടായേ. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പൊ എവിടെയോ ഈ പേഴ്സൺ നിങ്ങളോട് ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അവർ ഓപ്പണായി എന്തോ കാര്യം പറയില്ല. ഐ വിൽ വെയിറ്റ് ഫോർ എ സൈൻ ഫ്രം യു. അപ്പൊ നിങ്ങൾ ഒരു സൈൻ കൊടുത്താൽ ഈ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി റീകൺസൈൽ ചെയ്യും. പക്ഷെ അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, വി ബോത്ത് നോ ഐ എം നോട്ട് ദ വൺ ഫോർ യു. അപ്പോ അതാണ് ഇവിടെ നിങ്ങൾക്ക് അറിയാം അത് ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല. ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം അത് ഇതൊരു ഫ്യൂച്ചർ ഉള്ള റിലേഷൻഷിപ്പ് അല്ലാന്ന്. അപ്പൊ ഇതാണ് സ്കോർപ്പിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് വേണം, ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം, അതൊക്കെ ഉണ്ട് വെച്ചാൽ മെസ്സേജ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഞാൻ എൻ്റെ വാട്സാപ്പിൻ്റെ ചാറ്റ് നമ്പർ ഇട്ടുണ്ട്. പക്ഷെ പ്ലീസ് അതിൽ കോൾ ചെയ്യാൻ ശ്രമിക്കരുത്. എന്നുവെച്ചാൽ റീഡിങ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യില്ല. വാട്സാപ്പിലൊരു ചാറ്റ് അയച്ചാൽ മതി. ഞാൻ എപ്പോഴാണ് എൻ്റെ റീഡിങ് കഴിയണമെന്ന് വെച്ചാൽ അപ്പോൾ ചാറ്റിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.